അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടിരിക്കുന്നത് നമ്മളെ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം ആക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. നനയ്ക്ക് കൊണ്ടുപോകുകൊണ്ട് ഞാൻ 4 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ചാൽ ഒരു എഗ്ഗ്, പിന്നെ അതിൻ്റെ അപ്പുറം കുറച്ച് സോൾട്ട് ഇടണേ. സാൾട്ട്, പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു റസ്കി, അതൊന്ന് പൊടിക്കണം. റസ്കോ ബന്നോ ഏതായാലും ഇത് റസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ റസ്ക്കാണ് ഗൈസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്നല്ല കേട്ടോ, ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ ആ സൈഡ് ഉണ്ടാവില്ല, എല്ലാം എടുക്കാം. ഞാൻ ബ്രെഡ് എടുത്തിട്ടില്ല, റസ്ക് എടുത്തത്. അപ്പോൾ ഇതാ ഞാൻ ഇതാ 2 റസ്ക് എടുത്തിട്ടുണ്ടേ. നമുക്ക് 2 വേണ്ടി ഒരു 4 ചിക്കൻ പീസല്ലേ ഉള്ളൂ. അപ്പോൾ അത് പൊടിക്കണം മീൻസ് പൊട്ടിച്ചിട്ടാ ഒന്ന് അടിച്ചിട്ട് വരുന്നേ. ഇതാ നമ്മൾ പൊടിച്ചിട്ട് വന്നിട്ടുണ്ടേ. നല്ല നൈസായിട്ടാണ് ഞാൻ പൊടിച്ചത്. 2 നമുക്ക് അത്രയേ വേണ്ടൂ. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇതും മാറ്റാം. അപ്പോൾ ചിക്കൻ അത്യാവശ്യം വലുതാണ്. അപ്പോൾ നമുക്കിത് ഒരു മീഡിയം സൈസിൽ മുറിക്കാം. ഇതാ ഗൈസ്, ഞാൻ ഇതാ 4ാമത്തെ സ്ലൈസ് ഇതാ കഴിഞ്ഞു മുറിച്ചിട്ട്. ഇതാ എല്ലാം ഇതാ ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ള ഇങ്ങനത്തെ ഒരു സ്ലൈസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എല്ലാം ഇല്ലാതെയൊക്കെ ഇടാം. ഇനി നമ്മൾ എന്താ വേണ്ടേ, ബീറ്റ് ചെയ്ത് വെച്ച മുട്ട എടുക്കണം. ഇതാ ബ്രെഡിൻ്റെ പൊടി ഒരു സ്ലൈസ് മുക്കാം. ബ്രെഡിൻ്റെലും ഒന്ന് ഇതാക്കാം. ഇത് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ വെച്ചിട്ട് അത് ഇതാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിത് മുക്കി വെക്കാം. അപ്പോൾ ഗൈസ് ഞാൻ പറയാൻ പറഞ്ഞു, നമ്മൾ ഉപ്പ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാ നമ്മളിതാ ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ ഈ പാത്രത്തിൽ നിറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവുന്ന വരെ കാത്തിക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ശരിക്കും അതൊന്ന് വേവട്ടി. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം ഫുൾ വയലാണ്. ഇവിടെ നല്ലൊരു വിൻഡി ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ നല്ലതായിട്ട് മൊരിഞ്ഞ് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നോക്കാം, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഇതാ ഞാനിപ്പോൾ അത് വേവുന്നുണ്ട്. നമ്മളത് സ്ലൈസ് ആട്ടോ കൊടുക്കേണ്ടത്. എന്ന് വെച്ചിരിക്കുന്നത് ക്യൂബ്. ഞാൻ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയിൽ കൂടെ നേരെ നോക്കിയാൽ ഫുൾ വയലാണ്. അപ്പുറമൊക്കെ ഞാറ് നടാൻ വേണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് നടലുണ്ടായിരുന്നു, ഇപ്പം നടലല്ല. പേടിച്ചു. ഇവിടെ ഒരു മറ്റേ വടി പോലത്തൊരു സാധനം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ നിൽക്കുന്നുണ്ട്. ഞാൻ പേടിച്ചു. എനിക്ക് ഇങ്ങനത്തെ ചിക്കൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ നമുക്ക് ആർക്കറിയില്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പിള്ളേരെ മന്തി. എനിക്ക് മന്തി ഇഷ്ടമല്ല. ഞാൻ സത്യം പറയാം, എനിക്ക് മന്തി ഇഷ്ടമല്ല. എനിക്കെൻ്റെ 1-2 ഫ്രണ്ട്സിനും മന്തി തീരെ ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഷവർമ. കാരണം എനിക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഫ്ലേവർ അടിപൊളിയാണ്. എനിക്ക് ഞാൻ അപ്പുറത്തെ പുല്ല് പോയി കളിക്കാൻ വെള്ളത്തിന് കളിക്കും. അവിടെ പോയാൽ ഫുൾ പുല്ല് വരഞ്ഞിട്ട് വെള്ളത്തിന് കളിക്കും. ഫുട്ബോൾ കളിക്കും. നമ്മളെ എൻ്റെ ഏട്ടനും അനിയനെല്ലാം ഉണ്ടാവും. എന്ന് വെച്ചാൽ സ്വന്തമല്ലേ, അച്ചാച്ചൻ്റെ ഏച്ചീൻ്റെ മക്കൾ അങ്ങനെ. അപ്പോൾ നമുക്കത് മുരിഞ്ഞോ നോക്കല്ലേ. ബാബാ ഇതാ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരാട്ടാ. 2ാമത്തെ പോർഷൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. 2ാമത്തെ പാർട്ട് ഇതാ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
ഇതിപ്പോൾ ഇതിൽ നിറച്ചിടണം. ഇതാ നമ്മളെ സെക്കൻഡും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ഈ 2 ഇതുകൊണ്ട് നോക്കാം. ഇനി നമുക്കിത് മൊരിയട്ടെ. നല്ല സുഖം ഗൈസ്. ഞാൻ വിചാരിച്ച സമയം കിട്ടി. ഞാൻ ഇതിലാണ് വന്നത്. ഉണ്ട്. വാ പോലെ ഇതാ ഗൈസ് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് കഴിച്ച് നോക്കാം. പീസ് എടുക്കാം. സോസിൽ ഡിപ്പ് ചെയ്യാം. എന്തു പറയാ, സൂപ്പർ. നല്ല മൊരിഞ്ഞ ചിക്കനും അടിപൊളി. മസ്റ്റ് ട്രൈ ചെയ്യാം. നമുക്കതാ നമ്മുടെ ഫോണിൽ ഇടാം, ഇൻസ്റ്റാഗ്രാമിലിടാം. എൻ്റെ ഗ്രാൻഡ് മാരുടെ ഫോണായിരുന്നു. അപ്പോൾ അത് പൊട്ടിയാലും എനിക്കന്ന് പൊട്ടിയാൽ മീൻസ് സൈഡ് ക്രാക്കായിപ്പോയി. നമുക്ക് സ്നാപ്പിലിടാം. നമുക്ക് സ്നാപ്പ് അക്കൗണ്ട് ഉണ്ട്. നീ ആരാണ് അടിച്ചാൽ മതി, സ്നാപ്പിൽ കിട്ടിക്കോളും. നമ്മൾ ഭയങ്കര പോവാണ്. Super. Must try guys. Thank you for watching my video. എല്ലാവരും പറ്റി കഴിക്കാം, ആസ്വദിക്കാം. അത്രയും അറിയില്ല, അത്രയും ടേസ്റ്റ്. മുട്ടയിൽ ബീറ്റ് ചെയ്യുമ്പം എല്ലാവരും ഇത് ചേർക്കണം. വേറെ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ നല്ല ഇതുപോലെ മൊരിഞ്ഞൊരു ടൈപ്പാണ് വേണ്ടത്. അങ്ങനെ അറിയണ്ടേ. ഇങ്ങനെ ബ്രെഡിൻ്റെ ആ ഒരു ഇത് ഇതാവല്ലേ, ഇത് മൊരിഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ ബേത്തൊന്നും തീർക്കട്ടെ. ബൈ ബൈ.